അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെൻ്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ ഭയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും മീതെ ഉന്നതനാം. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെൻ്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ ഭയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എൻ്റെ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എൻ്റെ രക്ഷയല്ലോ. യാഹേ അങ്ങെന്നുമെൻ തലമുറ തലമുറയാ
പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് നൽകി. നല്ല ചിന്തകളോടെ, നല്ല പ്രതീക്ഷകളോടെ, നല്ല പെരുമാറ്റങ്ങളോടുകൂടെ, നല്ല വാക്കുകളോടുകൂടെ, നല്ല പ്രവർത്തികളോടുകൂടെ, നല്ല ചിന്തകളോടുകൂടെ നമുക്ക് ഈ നല്ല പ്രഭാതത്തെ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കാം. ഈ നല്ല പ്രഭാതത്തെ ദൈവകൃപയാൽ നമുക്ക് അനുഗ്രഹപ്രദമാക്കി തീർക്കാം. നാം ഈ ഉപവാസ ദിനങ്ങളിൽ, നാം ഈ പ്രാർത്ഥനാ ദിനങ്ങളിൽ നാം യൂദായുടെ ലേഖനത്തിലെ ഓരോ വാക്യങ്ങളെ ധ്യാനിച്ചു വരികയാണ്. യൂദായുടെ ലേഖനത്തിലെ 5 വാക്യങ്ങളെ നാം ധ്യാനിച്ച് 5 വാക്യങ്ങളെ നമ്മൾ വായിച്ചതിന് ശേഷം 5, 6, 7 വാക്യങ്ങളെ നമ്മൾ ഒരുമിച്ചെടുത്ത് 3 ന്യായവിധികളെയാണ് ഇന്നലെ നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് വീണ്ടും നമ്മൾ 5-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. 5-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. 1-ാം ഭാഗം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ ഓർമ്മയുള്ളവരായിരിക്കണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന് പ്രധാനമായി എടുക്കുന്നത്. 5-ാം വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, ശ്രദ്ധിക്കണമേ അടുത്ത ഭാഗം, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ആ വാക്യത്തെ, ആ സെക്കൻഡ് പാർട്ടിനെ ഞാൻ 2 വാക്കിൽ പറയാം. ദൈവം രക്ഷിച്ചവരെ നശിപ്പിച്ചു, രക്ഷിച്ചവരെ നശിപ്പിച്ചു. ദൈവം വില കൊടുത്ത് ഇറങ്ങി നിന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ഫറവോൻ്റെ കൊട്ടാരത്തെ ഇളക്കി മറിച്ച് മിസ്രൈമ്യ നഗരങ്ങളെ ഭയാനകമായ ഭീതിയിലാഴ്ത്തി ഒറ്റ രാത്രി കൊണ്ട് സംഹാരദൂതനെ, മിസ്രൈമിൻ്റെ കൊട്ടാരം തുടങ്ങി കുടിൽ വരെ, തൊഴുത്തുവരെ സംഹാരദൂതനെ കയറ്റി ഇറക്കി ദൈവത്തിൻ്റെ ബലത്തെ, മഹത്വത്തെ വെളിപ്പെടുത്തി നിമിഷാർദ്ധം കൊണ്ട് പുറപ്പെടുവിച്ച ഇസ്രായേൽ ജനം, രക്ഷിക്കപ്പെട്ട ജനം പിന്നത്തേതിൽ നശിപ്പിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടവൻ നശിപ്പിക്കപ്പെട്ടു. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഒറ്റ ഭാഗമാണ് പറയുന്നത്. വിശ്വസിക്കാത്തവർ നശിപ്പിക്കപ്പെട്ടു. അവർക്ക് കിട്ടിയ രക്ഷ അവർക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. വൈ? എന്തുകൊണ്ട്? രക്ഷ സൂക്ഷിക്കുവാൻ വിശ്വാസം ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ദൂതിതാണ്, രക്ഷ സൂക്ഷിപ്പാൻ വിശ്വാസം ആവശ്യമാണ്. ഇന്ന് പകൽ എന്നോട് ചേർന്നൊന്ന് പറയാമോ? രക്ഷ സൂക്ഷിപ്പാൻ വിശ്വാസം ആവശ്യമാണ്. രക്ഷ സൂക്ഷിപ്പാൻ വിശ്വാസം ആവശ്യമാണ്. ദൈവം നമുക്കൊരുക്കിയ രക്ഷ, ദൈവം നമുക്ക് നൽകിയ രക്ഷ, ആ രക്ഷയുടെ പൂർണ്ണതയിലേക്ക്, ആ രക്ഷയുടെ വാഗ്ദത്തത്തിലേക്ക്, ആ രക്ഷയുടെ അനുഗ്രഹത്തിലേക്ക് നാം കയറുവാൻ വിശ്വാസം ആവശ്യമാണ്. ദൈവം ഒരു വലിയ രക്ഷ നൽകി. എന്തിനു വേണ്ടി? ആ രക്ഷയോടുകൂടി അവരുടെ കുറിച്ചുള്ള പദ്ധതി തീരുകയായിരുന്നില്ല. രക്ഷ എന്നുള്ളത് അവരെക്കുറിച്ചുള്ള കനാൻ എന്ന വാഗ്ദത്ത ദേശം എന്നുള്ള തലമുറയായ ദൈവ പദ്ധതിയുടെ ആരംഭം മാത്രമായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ദൈവം നൽകിയ രക്ഷ, നിങ്ങൾക്ക് ദൈവം നൽകിയ മാനസാന്തരം, നിങ്ങൾക്ക് ദൈവം നൽകിയ സ്നാനം, നിങ്ങൾക്ക് ദൈവം നൽകിയ പരിശുദ്ധാത്മാഭിഷേകം, നിങ്ങൾക്ക് ദൈവം നൽകിയ കൂട്ടായ്മ, നിങ്ങൾക്ക് ദൈവം നൽകിയ ശുശ്രൂഷ, വരും കാലങ്ങളിലേക്കുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതികളുടെ ഒരു ആരംഭമാണ്. Salvation is the beginning of his purposes. അത് ദൈവത്തിൻ്റെ പദ്ധതികളുടെ ആരംഭമാണ്. രക്ഷ ദൈവ പദ്ധതികളുടെ സമാരംഭമാണ്. സ്തോത്രം. എന്നാൽ ഈ സമാരംഭത്തിൽ നിന്നവർക്ക് സമാപനം കാണുവാൻ സാധിച്ചില്ല. എന്തുകൊണ്ട്? ഒറ്റ വാക്കാണ് പറയുന്നത്, വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട്. വിശ്വസിക്കാത്തവരെ ദൈവം നശിപ്പിച്ചു. വിശ്വസിക്കാത്തവരെ. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, വിശ്വാസമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ അനുഭവം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. ഒത്തിരി യുദ്ധങ്ങൾ കടന്നു വന്നു, പക്ഷെ ഞാൻ അവയെല്ലാറ്റിലും ജയിച്ചു. ഒത്തിരി ഓടേണ്ടി വന്നു, പക്ഷെ ഞാൻ ഓട്ടം തികച്ചു. കാരണം ഞാൻ എൻ്റെ വിശ്വാസത്തെ സൂക്ഷിച്ചു. 1000 യുദ്ധങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടെങ്കിലും, 10,000 ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഉണ്ടെങ്കിലും നിങ്ങൾ പരാജയപ്പെടുകയില്ല. ഇഫ് യു കീപ് യുവർ ഫെയ്ത്ത്, നിങ്ങൾ വിശ്വാസം സൂക്ഷിക്കുമെങ്കിൽ. പ്രതിസന്ധികൾ എണ്ണമറ്റതാണെങ്കിലും നിങ്ങൾ ലജ്ജിക്കുകയില്ല. ഇഫ് യു കീപ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ യാത്രയുടെ പടവുകൾ എത്ര ദുർഘടവും
എത്ര പ്രതിസന്ധികൾ നിറഞ്ഞതാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താതിരിക്കുകയില്ല. നിങ്ങൾ വിശ്വാസം സൂക്ഷിക്കുമെങ്കിൽ. പൗലോസ് പറയും, എൻ്റെ പോരാട്ടങ്ങളെയെല്ലാം ഞാൻ ജയിച്ചു, എൻ്റെ ഓട്ടങ്ങളെയെല്ലാം ഞാൻ തികച്ചു, കാരണം ഞാൻ എൻ്റെ വിശ്വാസത്തെ സൂക്ഷിച്ചു. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നമ്മുടെ യുദ്ധങ്ങളെയെല്ലാം നമുക്ക് ജയിക്കാൻ കഴിയും, നമ്മുടെ പ്രശ്നങ്ങളെയെല്ലാം നമുക്ക് മറികടക്കാൻ കഴിയും, നമ്മുടെ സങ്കടങ്ങളെയെല്ലാം നമുക്ക് മാറ്റാൻ കഴിയും, നമ്മുടെ വിഷയങ്ങളെയെല്ലാം നമുക്ക് അതിജീവിക്കാൻ കഴിയും. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ എത്ര ദുർഘടങ്ങളായാലും നമുക്ക് താണ്ടുവാൻ കഴിയും. എത്ര ദൂരമേറെയുണ്ടെങ്കിലും നമുക്ക് ഓടിയെത്താൻ കഴിയും, നമ്മുടെ വിശ്വാസത്തെ നാം മുറുകെ പിടിച്ചാൽ. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ നമുക്ക് വിശ്വാസത്തെ മുറുകെ പിടിക്കാം, വിശ്വാസത്തെ സൂക്ഷിക്കാം. ഈ വിശ്വാസം ആരും കൊണ്ടുപോകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭത്തിലെ ഓർപ്പിച്ചിരുന്നല്ലോ, വിശ്വാസത്തിന് വേണ്ടി പോരാടണം, വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ഡിഫെൻഡ് ചെയ്യണം, വിശ്വാസത്തെ നമ്മളിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകാൻ, വിശ്വാസത്തെ കട്ടുകൊണ്ടുപോകാൻ ശത്രു വരുമ്പോൾ ആ വിശ്വാസത്തെ വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുന്നവരായിരിക്കാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിങ്കലേക്ക് നോക്കി വിശ്വാസത്തോടെ ജീവിതം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ.